നമസ്കാരം, ഞാൻ ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞു ചാറ്റൽ മഴയുള്ളപ്പോൾ ഇറയത്തിരുന്നുകൊണ്ട് ചൂടുള്ള കട്ടൻ ചായയും പിന്നെ നല്ലൊരു എരിവുള്ള പരിപ്പുവടയും കൂടി കഴിക്കാനായിട്ട് എന്തു രസാന്നറിയോ? ഇന്ന് നമുക്ക് ഒരു പരിപ്പുവട ഉണ്ടാക്കി നോക്കിയാലോ? അധികം ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പുവടയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ നാടൻ പരിപ്പുവട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് പീസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിരുന്നു. അങ്ങനെ 2 മണിക്കൂർ പീസ് പരിപ്പ് കുതിർത്തതിന് ശേഷം ഞാൻ അതിൽ വെള്ളം കളഞ്ഞിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ആ ഒരു പീസ് പരിപ്പാണിത്. ഇനി നമുക്കിത് ചെറുതായി ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് സാധനങ്ങളും കൂടി വേണം. നമുക്കതൊന്ന് നോക്കാം. പരിപ്പ് വടയിലേക്കായിട്ട് ഈ വലുപ്പത്തിലുള്ള 9 കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്താലും മതി. ഇനി 6 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഇടണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഞാൻ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഈ വലുപ്പത്തിലുള്ള 30 ചെറുള്ളിയേക്കാളും കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു കണക്ക് പറയുകയാണെങ്കിൽ 1/2 ഗ്ലാസ് ചെറുള്ളി എടുത്ത് നോക്കണം. പരിപ്പളന്ന ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസോളം ചെറുള്ളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 8 പച്ചമുളകാണ്. അപ്പം നിങ്ങൾ ഇതിലേക്കായിട്ട് പച്ചമുളക് ചേർക്കുമ്പോൾ പച്ചമുളകിൻ്റെ എരിവ് നോക്കാനായിട്ട് മറക്കരുത്. തീരെ ചള്ള് പച്ചമുളകാണെങ്കിൽ 8 പച്ചമുളക് ചേർത്താലും വലിയ എരിവൊന്നും വരാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവും നിങ്ങളുടെ എരിവും അനുസരിച്ചിട്ട് വേണം നിങ്ങൾ നോക്കിയിട്ട് പച്ചമുളക് ചേർക്കാനായിട്ട്. ഇനി നമുക്ക് പീസ് പരിപ്പ് അരയ്ക്കാനായിട്ട് എടുക്കാം. അതിന് മുന്നേ കുറച്ച് പീസ് പരിപ്പ് നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം. അതിനായിട്ട് പരിപ്പളന്ന അതേ ഗ്ലാസ് തന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസോളം പീസ് പരിപ്പാണ് ഞാനിപ്പോൾ മാറ്റി വയ്ക്കുന്നത്. ഇത് മാറ്റി വെച്ചതിന് ശേഷം കുറേശ്ശെയായിട്ട് പരിപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഇത്രയും പരിപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയിൽ നിന്ന് 4 കഷ്ണം ഇഞ്ചി അരയ്ക്കാനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു പിടിയോളം ചെറുള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാണ്. 3 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് വേപ്പിലയും കൂടി ചേർക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം ഞാൻ ഇതൊന്ന് ജസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ പീസ് പരിപ്പും അരച്ചെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ പരിപ്പും ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഉരുട്ടാൻ പറ്റണ ഈ ഒരു പാകത്തിന് നിങ്ങൾ അരച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന 1/2 ഗ്ലാസ് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കുറച്ച് പരിപ്പിട്ട് കൊടുക്കുമ്പോൾ അത് കാണാനും നല്ല രസമായിരിക്കും. പിന്നെ മാത്രമല്ല, അത് കഴിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഇവിടെയും ചെറിയ പരിപ്പ് കടിക്കുമ്പോൾ അതും പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കുറച്ച് പരിപ്പ് നമ്മൾ അതിന് വേണ്ടി മാറ്റി വെച്ചത്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി, കറിവേപ്പില എന്നിവയൊക്കെ നന്നായിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പരിപ്പ് വടയിലേക്ക് ചെറുള്ളി തന്നെ എടുക്കാൻ നോക്കുക. ചെറുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചെറുള്ളി തന്നെ മാക്സിമം എടുക്കാൻ നോക്കുക. അതല്ല, നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ മാത്രം സവാള ചെറുതായി അരിഞ്ഞിട്ട് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർത്താൽ മതി. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങളുടെ കയ്യിൽ നല്ല മുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് അവിടെ ഇവിടെ ആവാണ്ട് നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും എരിവൊക്കെ നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരിപ്പുവട ഷേപ്പിലൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് കുറച്ച് കൂട്ടിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. പരിപ്പുവടയൊക്കെ വലുതാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഉരുളകളുടെ വലിപ്പം കൂട്ടിയെടുത്താൽ മതി. അതിനുശേഷം ഉരുട്ടിയെടുത്ത ബോൾ കൈയിൻ്റെ നടുക്കിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് നമ്മുടെ പരിപ്പുവടയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ. അധികം കനം പാടില്ല. കനം ഉണ്ടായി കഴിഞ്ഞാൽ വറുത്തെടുക്കുമ്പോൾ ഉള്ളിൽ അങ്ങനെ വേവാത്ത പോലെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ കനം കുറച്ച് ഇതിങ്ങനെ പരത്തിയെടുക്കണം. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരണം. അതിനായിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ വറുക്കാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ വേണമെന്നില്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എണ്ണ ചൂടായെന്നറിയാനായിട്ട് നമുക്ക് ഒരു കഷ്ണം പരിപ്പിട്ട് കൊടുക്കാം. ഇപ്പൊ പരിപ്പ് പെട്ടെന്ന് അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനർത്ഥം എണ്ണ നന്നായിട്ട് ചൂടായിട്ടില്ല എന്നാണ്. എണ്ണ ചൂടാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഓയിൽ നന്നായിട്ട് ചൂട് പിടിച്ചിട്ട് വറുത്ത് കോരാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഓരോ പരിപ്പുവടകളായിട്ട് പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാണ്. എണ്ണ നിങ്ങൾ എത്രത്തോളം ഒഴിക്കണതിനനുസരിച്ചിട്ട് 3 or 4 പരിപ്പുവട നിങ്ങൾക്ക് ഒരേ സമയം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ പരിപ്പുവടയുടെ മുകൾ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ അടിഭാഗം ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
അപ്പം ഞാൻ വറുക്കാനായിട്ട് എണ്ണ വെച്ചിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലാണ്. ഈ സമയത്ത് നിങ്ങൾ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കാൻ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം അങ്ങോട്ട് മുരിഞ്ഞു പോവും, ഉള്ളിൽ അങ്ങോട്ട് വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാനായിട്ട് മറക്കരുത്. ഈ സമയത്ത് നല്ലൊരു സ്മെല്ല് വരും, അപ്പോൾ തന്നെ നമുക്ക് കഴിക്കണമെന്ന് തോന്നും. പക്ഷെ വെയിറ്റ് ചെയ്യാണ്ട് നിവർത്തിയില്ല, ഇതാവണ്ടേ, എന്നാലല്ലേ നമുക്ക് കഴിക്കാൻ പറ്റൂ. അപ്പോൾ കുക്കിങ്ങിൽ തുടക്കക്കാരോടായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈയായാലും ടീസ്പൂൺ ആയാലും ഇതിലിടണ കയ്യിലായാൽ പോലും വെള്ളം നനവില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വീണാൽ പോലും എണ്ണ ജസ്റ്റ് ഒന്ന് പൊട്ടിത്തെറിക്കാനും അതൊക്കെ മേത്താവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം നന്നായി തുടച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കൈയായാൽ പോലും നന്നായി തുടച്ചതിന് ശേഷം മാത്രം പരത്തിയിട്ട് പരിപ്പുവട എണ്ണയിലേക്ക് ഇട്ടാൽ മതി. ഇപ്പം ഇതായിട്ടുണ്ട്. രണ്ട് സൈഡും ഈ ഒരു കളർ ആകുമ്പോൾ നമുക്കിത് എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ എല്ലാ പരിപ്പുവടയും വറുത്തെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ എല്ലാ പരിപ്പുവടയും വറുത്തെടുക്കട്ടെ. ആ സമയം നിങ്ങൾ ശ്രുതീസ് കുക്കറി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോട് തൊട്ട് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാൻ എല്ലാ പരിപ്പുവടയും അവസാനമായിട്ട് കിട്ടിയ കുഞ്ഞു പരിപ്പുവടയും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ വലിപ്പത്തിലുള്ള 13 പരിപ്പുവടയും പിന്നെ ഒരു കുട്ടി പരിപ്പുവടയും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി പരിപ്പുവടയും ചൂടുള്ള കട്ടൻ ചായ ഉണ്ടെങ്കിൽ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. കൂട്ടത്തിൽ ചാറ്റൽ മഴം കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. എനിക്ക് അങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പം നിങ്ങൾ എല്ലാവരും എന്നത്തെയും പോലെ നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അടുത്ത നല്ലൊരു വിഭവമായി ഞാൻ വരാം. അതുവരെ ബായ്.